സുരക്ഷിതമായ യാത്ര എന്ന ലക്ഷ്യം KSRTCയിൽ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതമാണെന്നും സമയത്തിന് എത്തുമെന്നും സമയത്തിന് പുറപ്പെടുമെന്നുള്ളൊരു ധാരണയുണ്ടായാൽ ഈ പൊതുഗതാഗതത്തെ ധാരാളം ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, വാഹനങ്ങൾ വാങ്ങി കോവിഡിന് ശേഷം വാഹനങ്ങൾ വാങ്ങി സ്വന്തമായി ഉപയോഗിക്കുന്നവരെ പൊതുഗതാഗതത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ആദ്യ ഘട്ടമായിട്ടാണ് ക്യാൻസലേഷൻ മാക്സിമം കുറച്ചു, മാക്സിമം വണ്ടി റോഡിലിറക്കി. അതുകൂടാതെ ഈ മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തുന്നവരെ 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനും മദ്യപിച്ചുകൊണ്ട് ഡ്യൂട്ടിയിൽ ഇരിക്കുന്നവരെ 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാം. 90 ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരെ തിരിച്ചു കയറ്റും. എഴുത്തുകുത്തുകളൊന്നും വേണ്ട, അത് അപ്പോഴത്തന്നെ ഉദ്യോഗസ്ഥർ തിരിച്ചു കയറ്റും. അതേ ഡിപ്പോയിൽ തന്നെ കയറ്റാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പണിഷ്മെൻറ്റ് തുടങ്ങിയപ്പോൾ പല മാധ്യമങ്ങളും ആശങ്ക പ്രകടിപ്പിച്ചത് ഒരു ദിവസം 70 പേര് 80 പേര് സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ്. ഇത് KSRTCയിൽ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് നിങ്ങളെല്ലാവരും ധരിച്ചു. പക്ഷേ 27,000 തൊഴിലാളികളുള്ള KSRTCയിൽ ഒരിക്കലും അങ്ങനെ പ്രതിസന്ധി ഉണ്ടാവില്ല. അതിൻ്റെ പേരിൽ ഒരു വണ്ടി ക്യാൻസൽ ചെയ്ത് വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് 15 ആഴ്ചകൾ പിന്നിടെയാണ് ഈ നടപടി തുടങ്ങിയിട്ട്. ആദ്യത്തെ ആഴ്ചകളിൽ 6 മരണം, 7 മരണം. അതിൻ്റെ കണക്കുകൾ ഞാൻ നിങ്ങൾക്ക് തരാം, ഡേറ്റ എൻ്റെ കയ്യിലുണ്ട്, അത് കൃത്യമായ കണക്ക് തരാം. മരണമാണ് കേരളത്തിൽ സംഭവിച്ചിരുന്നത്. 48 ആക്സിഡൻറ്റ്, 40, 48, 50 ആക്സിഡൻ്റാണ് ഒരു ദിവസം. മൈനർ, മേജർ ഈ മരണം സംഭവിക്കുന്നതും ചേർത്തിട്ട് 48 അപകടങ്ങൾ സംഭവിച്ചിരുന്നു. അതിൽ 6 മരണം, 7 മരണം എല്ലാ ആഴ്ചയിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു വന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ മരണമില്ല. അപകടത്തിൻ്റെ എണ്ണം 24 കുറഞ്ഞു. ഈ ആഴ്ച ഒരു വണ്ടി ഇടിച്ച് മരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ബസ്സിൻ്റെ KSRTC കുറ്റമല്ല, അവർ വന്നു കയറിയതാണ്. KSRTC ഡ്രൈവറെ കുറ്റമല്ല. അപ്പോൾ അതുകൊണ്ട് വലിയ ഫലമാണ് ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് യാത്രക്കാർ സുരക്ഷിതരാണ്, റോഡിൽ നടന്നു പോകുന്നവരും സുരക്ഷിതരാണ് എന്നുള്ള ഒരു മുദ്രാവാക്യമാണ്. KSRTCയിൽ ഒരു കാരണവശാലും മദ്യപാനം അനുവദിക്കത്തില്ല. അത് വരും ദിവസങ്ങളിൽ എല്ലായിടത്തും ആൽക്കോമീറ്റർ വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ ഒഴിച്ചുള്ള മുഴുവൻ സ്റ്റാഫിനെയും, ഇപ്പോൾ ഹെഡ് ഓഫീസിൽ പോലും രാവിലെ പരിശോധിച്ചിട്ടാണ് കയറുന്നത്. അതുപോലെ എല്ലാ ഡിപ്പോകളിലെയും സ്ത്രീകൾ ഒഴിച്ചുള്ള മറ്റെല്ലാ വർക്കേഴ്സിനെയും ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ചതിന് ശേഷം അതിന് ഡ്യൂട്ടി കയറ്റുള്ളൂ. ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയും, പല സമ്മർദ്ദങ്ങളും ഉണ്ടായെങ്കിലും ഞങ്ങളൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്തത് കൊണ്ട് വലിയ ഗുണമാണ്. KSRTC ജീവനക്കാരുടെ സംഘടന, അംഗീകൃത സംഘടനകൾ 3 ഈ 3 സംഘടനകളും ഇക്കാര്യത്തിൽ എതിര് രേഖപ്പെടുത്തിയിട്ടില്ല. അത് തെറ്റില്ല, നല്ല കാര്യമാണെന്നുള്ള അഭിപ്രായം തന്നെയാണ്. അത് മനുഷ്യൻ്റെ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നമാണത്. വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരുടെയും റോഡിൽ പോകുന്നവരുടെയും. പിന്നെ മൊബൈൽ ഫോൺ സംസാരിച്ച് വണ്ടി ഓടിച്ചാൽ KSRTC ഡ്രൈവറെ എംപാനലാണെങ്കിൽ പിരിച്ചുവിടും, അല്ലെങ്കിൽ 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും. മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. പലരും 1.5 മണിക്കൂറൊക്കെ മൊബൈൽ സംസാരിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ശരിയല്ല. 1.5 മണിക്കൂർ, 8 മണിക്കൂർ യാത്രയിൽ 1.5 മണിക്കൂർ ഡ്രൈവർ ഫോണിൽ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ആ വാഹനത്തിലിരിക്കുന്ന 10-60 പേരെയും അതിലുപരി റോഡിൽ നടന്നു പോകുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെയും ജീവൻ വെച്ച് പന്താടാൻ ആരെയും അനുവദിക്കത്തില്ല. KSRTC അപകടങ്ങൾ കുറച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യം എന്നാണ്. ഇതിൻ്റെ 2 ഗുണങ്ങളാണ്. ഒന്ന്, ആളുകൾ മരിക്കുന്നില്ലെന്ന് മാത്രമല്ല KSRTC കൊടുക്കേണ്ട കോമ്പൻസേഷൻ ഒഴിവായി കിട്ടും അപകടം കുറയുമ്പോൾ. അപ്പോൾ 24 കുറഞ്ഞു എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന് രൂപയല്ല, കോടിക്കണക്കിന് രൂപയുടെ നേട്ടമാണ് KSRTC ഇതുകൊണ്ടുണ്ടാകുന്നത്. KSRTC ഒരു ദിവസം KSRTCയുടെ മാറ്റം വന്ന് KSRTC ഒരു ദിവസം 1 കോടി രൂപയുടെ ഡീസലാണ് കുറച്ചിരുന്നത്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് നിങ്ങൾക്ക് തരാം. കൊറോണ കാലത്ത് തകർന്നുപോയ KSRTC ഈ വർഷം ഈ 3 മാസത്തിനുള്ളിൽ റെക്കോർഡ് കളക്ഷനാണ് നേടിയിരിക്കുന്നത്. കളക്ഷൻ ഉയരുകയാണ്, ഗ്രാഫ് ഉയരുകയാണ്, ഡീസലിൻ്റെ ഉപയോഗം കുറയുകയാണ്. വാഹനങ്ങളിലെ ഏണിങ്സ് പെർ ബസ്സും ഏണിങ്സ് പെർ കിലോമീറ്ററും വർദ്ധിച്ചിട്ടുണ്ട്. ചെറിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്, ഗ്രാഫ് മുകളിലേക്ക് പോവുകയാണ്. പക്ഷേ ഡീസലിൻ്റെ അളവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 1 കോടി രൂപയുടെ ഡീസൽ എന്ന് പറഞ്ഞാൽ 30 ദിവസം കൊണ്ട് 30 കോടിയുടെ ഡീസലാണ് നമ്മൾ ലാഭിക്കുന്നത്. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡീസൽ കുറവ് വരുത്തിയിരിക്കുന്നു. വൈദ്യുതി ചാർജിൻ്റെ എല്ലാ ഡിപ്പോകളിലും, ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യാത്ത ഡിപ്പോകളിൽ ഏതാണ്ട് 60-70% ഡിപ്പോകളിലും വൈദ്യുതി ചാർജ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ റെക്കറിങ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ KSRTC പ്രധാന വിഷയം ടോയ്ലറ്റുകളും റെസ്റ്റോറൻറ്റുകളുമാണ്. 10 ടോയ്ലറ്റുകൾ സുലഭ് എന്നൊരു ഏജൻസി കൈമാറി. അവരത് ആലുവ, കൊട്ടാരക്കരയെല്ലാം ടേക്ക് ഓവർ ചെയ്ത് അവർ പണി തുടങ്ങി, അതിനെ വൃത്തിയാക്കി പണി തുടങ്ങിയിട്ടുണ്ട്. അത് അവർ തന്നെ സെപ്റ്റി ടാങ്കും STP പ്ലാന്റും എല്ലാം സ്ഥാപിച്ചാണ് ചെയ്യുന്നത്. അല്ല വെറുതെ ഒരു ക്രൂഡ് മെക്കാനിസം അല്ല, നല്ല വൃത്തിയായിട്ട് ചെയ്യും. ഇന്ന് റെസ്റ്റോറൻറ്റുകളിലെ ടെൻഡർ വന്നിട്ടുണ്ട്. നല്ല സൗകര്യമുള്ള, വളരെ ഹൈജീനിക്കായിട്ടുള്ള, നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പറയുന്ന മാനദണ്ഡങ്ങളനുസരിച്ചുള്ള റെസ്റ്റോറൻറ്റുകൾ. അതിൻ്റെ ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ CMDയുടെ കയ്യിൽ നിന്ന് അദ്ദേഹം അപ്രൂവൽ വാങ്ങിയതിന് ശേഷം അത് കൊടുക്കുകയാണ്. 5 വർഷത്തേക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ ടെൻഡർ ഇന്ന് ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കയറിയപ്പോൾ പറഞ്ഞത് ഒറ്റത്തവണ ശമ്പളം എന്നുള്ളതാണ്. ഓണത്തിന് മുമ്പ് കൊടുക്കും. അതിൻ്റെ അവസാന ഘട്ടത്തിലായിട്ടുണ്ട്. ബാങ്കിൻ്റെ കൺസോർഷ്യമായിട്ടുള്ള ചർച്ച നടക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു ഫൈനൽ തീരുമാനം ഉണ്ടാവും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതനുസരിച്ച് എല്ലാ ഹയർ ഓഫീസർമാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. കൃത്യമായി നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ തടസ്സങ്ങളൊന്നുമില്ല, ചെറിയ തടസ്സങ്ങളുണ്ട്. അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ
അത് ലഘൂകരിച്ചെടുക്കാൻ കഴിയും.